ചെർപ്പശ്ശേരിയിൽ തീപിടുത്തമുണ്ടായ കടകൾ പി മമ്മിക്കുട്ടി എം.എൽ.എ സന്ദർശിച്ചു. വ്യാപാരി നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്ന് എം.എൽ.എ പറഞ്ഞു. ചെർപ്പശ്ശേരിയിൽ ഒരു ഫയർ സ്റ്റേഷൻ വേണ്ടതിന്റെ ആവശ്യകത വ്യാപാരികളും നാട്ടുകാരും എം.എൽ.എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യം നേരത്തെ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇപ്പോഴത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫയർ സ്റ്റേഷനായി സമ്മർദ്ദം ചെലുത്തുമെന്നും എം.എൽ.എ പറഞ്ഞു. ദൂരം താണ്ടി വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ഇടപെടുകയും തീ അണക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഈ ഓടി വരുന്ന ദൂരം കുറക്കാൻ വേണ്ടി കഴിയും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ നമ്മൾ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടിയും തന്നു. ഇപ്പോൾ ഇടക്കിടക്ക് ഈ തീപിടുത്തം വർദ്ധിച്ചു വരുമ്പോൾ ഇതിൻ്റെ അനിവാര്യത വർദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കടയും അതുപോലെ തന്നെ വ്യാപാര വാണിജ്യ വിഭാഗത്തിൻ്റെയും സഹായം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അധികം വൈകാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ ഉന്നയിച്ചപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ പ്രയോറിറ്റിയിൽ കിടക്കുന്നതാണ് ഒറ്റപ്പാലം. ഒരു ആരോഗ്യ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ വരുന്നതിനെന്താ വെച്ചാൽ പറയുന്നത് ഷൊർണൂരൊന്നുണ്ട് എന്നാണ്. നമ്മളോട് നമ്മൾ പറയുമ്പോഴും പട്ടാമ്പിയിലൊന്നുണ്ട്. കാരണം ഫയർ സ്റ്റേഷൻ അങ്ങനെ എല്ലാ താലൂക്കും എല്ലാ പ്രദേശത്തും അനുവദിക്കാൻ കഴിയുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഫയർ സ്റ്റേഷൻ ഉണ്ടാവണമെന്നാണ് അതിൻ്റെ വ്യവസ്ഥ. ആ നിലയിൽ നമുക്ക് ചെർപ്പശ്ശേരിയിൽ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിച്ച് തരണമെന്ന് ആവശ്യം നമ്മൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇടക്കിടക്കുണ്ടാകുന്ന ഈ തീപിടുത്തം അതിൻ്റെ എമർജൻസി അടിയന്തര സ്വഭാവം വർദ്ധിക്കുകയാണ്. ആ നിലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഇൻസിഡൻറ്റ് കൂടി ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്ന ആവശ്യമായ നടപടി ത്വരിതപ്പെടുത്താനുള്ള ഏർപ്പാട് ചെയ്യാം. Kavita Gold and Diamonds, the versatile jewelry.